വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 തൃശൂർ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ 7.40 കോടി രൂപ ചെലവിൽ പുതിയ 33 kV സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി ആരോഗ്യവകുപ്പിന്റെ ഭൂമി KSEBക്ക് കൈമാറിക്കൊണ്ടുള്ള ലീസ് എഗ്രിമെന്റിൽ ജില്ലാ കളക്ടർ ഒപ്പുവെച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതിനൊപ്പം മേഖലയിലെ വ്യാവസായിക പുരോഗതിക്കും പദ്ധതി കരുത്തേകും. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കൈവശമുള്ള 20 സെന്റ് ഭൂമി 30 വർഷത്തേക്കാണ് KSEBക്ക് പാട്ടത്തിന് നൽകുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, KSEB തൃശൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോഷി P. ചിറ്റിലപ്പള്ളി എന്നിവർ ലീസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. മെഡിക്കൽ കോളേജിന് പുറമെ മുണ്ടൂർ, അത്താണി, കിരാലൂർ, വേളക്കോട് വ്യവസായ മേഖലകളിലേക്കും തടസ്സരഹിതമായ വൈദ്യുതി എത്തിക്കുവാൻ പുതിയ സബ്സ്റ്റേഷൻ സഹായിക്കും. അത്താണി സബ്സ്റ്റേഷനിൽ നിന്നും വിദൂര നിയന്ത്രണ സംവിധാനത്തോടെ പ്രവർത്തിക്കാവുന്ന 2 5 MVA ട്രാൻസ്ഫോർമറുകൾ, EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവയടങ്ങുന്നതാണ് 7.40 കോടി രൂപയുടെ പദ്ധതി. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് പുതിയ കെട്ടിടത്തിൽ സ്ഥിരം സംവിധാനമൊരുക്കും. നിർമ്മാണം പുരോഗമിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അടക്കമുള്ളവയുടെ പ്രവർത്തനം പരിഗണിച്ചാണ് MLAയുടെ നിരന്തര ഇടപെടലിലൂടെ പദ്ധതിക്ക് അനുമതി ലഭ്യമാക്കിയത്. ഡെപ്യൂട്ടി കളക്ടർ T. മുരളി, ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി MC, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS, സൂപ്രണ്ട് ഡോക്ടർ രാധിക, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ 33 kV സബ്സ്റ്റേഷനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് 20 സെന്റ് ഭൂമി ലീസ് എഗ്രിമെന്റ് ഇപ്പോൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഒരു വർഷം 1,02,000 രൂപയോളം ലീസ് നൽകിക്കൊണ്ടാണ് 30 വർഷത്തേക്ക് ഭൂമി കൈമാറിയിട്ടുള്ളത്. 7.4 കോടി രൂപ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണാനുമതിയായി. ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അടുത്ത ദിവസം തന്നെ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും.